വെൽക്കം ടു ഫാർമ ഫോക്കസ്. ഈ ചാനലിൽ നിങ്ങൾക്ക് വേണ്ടി ഫാർമസി ടോപ്പിക്സ് മലയാളത്തിൽ ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സിലബസ് ബേസ്ഡ് എക്സ്പ്ലനേഷൻ ആണ്. ഇതുപോലത്തെ ഹെൽപ്ഫുൾ കണ്ടന്റ്സിന് വേണ്ടി പ്ലീസ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇന്ന് നമ്മൾ മെഡിസിനൽ കെമിസ്ട്രി 6th സെമസ്റ്റർ അതിലെ യൂണിറ്റ് 1 ആന്റിബയോട്ടിക്സിലെ അമിനോ ഗ്ലൈക്കോസൈഡ്സ് ടെട്രാസൈക്ലിൻ ഈ രണ്ട് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് അമിനോ ഗ്ലൈക്കോസൈഡ്സ്? അമിനോ ഗ്ലൈക്കോസൈഡ് ആന്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോഡ് സ്പെക്ട്രം ബാക്ടീരിയസൈഡൽ ആന്റിബയോട്ടിക്സ് ആണ്. അതുപോലെ തന്നെ അതിന് ഗ്രാം പോസിറ്റീവ് ഗ്രാം നെഗറ്റീവ് മൈക്കോബാക്ടീരിയന്റെ ഗ്രോത്തിനെ വരെ ഇൻഹിബിറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. ഈ ഒരു അമിനോ ഗ്ലൈക്കോസൈഡ്സിന്റെ മെയിൻ ആക്ടിവിറ്റി അത് കാണിക്കുന്നത് പ്രോട്ടീൻ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത് വഴിയാണ്. ഇതിൽ ഒരു ഹൈലി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള സെൻട്രൽ റിംഗ് ഉണ്ട്. അതിനെയാണ് നമ്മൾ 1,3-ഡൈ അമിനോ സൈക്ലോഹെക്സെയിൻ അല്ലെങ്കിൽ അമിനോ സൈക്ലിറ്റോൾ റിംഗ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ അമിനോ ഗ്ലൈക്കോസൈഡ്സിനെ പറയുന്ന വേറൊരു പേരാണ് അമിനോ സൈക്ലിറ്റോൾ ആന്റിബയോട്ടിക്സ്. ഈ ഒരു അമിനോ സൈക്ലിറ്റോൾ റിങ്ങിനെ നമ്മൾ സ്ട്രെപ്റ്റോമൈസിനും അതുപോലെ തന്നെ ഡീഹൈഡ്രോ സ്ട്രെപ്റ്റോമൈസിന്റെ കേസിൽ ഈ ഒരു അമിനോ സൈക്ലിറ്റോൾ റിങ്ങിനെ റീപ്ലേസ് ചെയ്തിട്ട് പകരം അവിടെ സ്ട്രെപ്റ്റഡിൻ റിങ്ങിനെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അടുത്തത് അമിനോ ഗ്ലൈക്കോസൈഡ്സിന്റെ കെമിസ്ട്രിയാണ്. കെമിസ്ട്രി പറയുമ്പോൾ ഈ ഒരു ആന്റിബയോട്ടിക്സിന് ഒരു കോമൺ സ്ട്രക്ചർ ഉണ്ടായിരിക്കില്ല. നമ്മൾ ഇതുവരെ നോക്കിയിട്ടുള്ള പെൻസിലിൻ, സെഫലോസ്പോറിൻ, മോണോബാക്ടം ഇതിനൊക്കെ എന്തായിരിക്കും ഒരു കോമൺ സ്ട്രക്ചർ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു അമിനോ ഗ്ലൈക്കോസൈഡ്സിന് എന്തില്ല, ഒരു കോമൺ സ്ട്രക്ചർ അവിടെ ഷെയർ ചെയ്യുന്നില്ല. അമിനോ ഷുഗർ യൂണിറ്റ്സ് സെൻട്രൽ അമിനോ സൈക്ലിറ്റോൾ റിങ്ങിലോട്ട് ലിങ്ക് ചെയ്തിരിക്കുകയാണ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് വഴി. സ്ട്രെപ്റ്റോമൈസിന്റെ കേസിലാണെങ്കിൽ സ്ട്രെപ്റ്റോമൈസിൻ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് സെൽമാൻ വാക്സൻ ആണ്. അതായത് സെൽമാൻ വാക്സൻ ആണ് ആദ്യമായിട്ട് എന്തത് നമ്മുടെ സ്ട്രെപ്റ്റോമൈസിനെ കണ്ടുപിടിക്കുന്നത് 1944ലാണ്. ഓക്കെ, 1944ലാണ് സ്ട്രെപ്റ്റോമൈസിൻ കണ്ടുപിടിച്ചത്. ഈ സ്ട്രെപ്റ്റോമൈസിനിൽ എന്താ മെയിൻ ആയിട്ടുള്ളത്, സ്ട്രെപ്റ്റഡിനിലോട്ട് 2 അമിനോ ഷുഗേഴ്സ് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലേക്ക് എഗെയിൻസ്റ്റ് ആണ് എഫക്റ്റീവ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ നാച്ചുറൽ ആൻഡ് സിന്തറ്റിക് അമിനോ ഗ്ലൈക്കോസൈഡ്സ് 1960ലാണ് കണ്ടുപിടിച്ചത് കാനാമൈസിൻ. ഓക്കെ, കാനാമൈസിൻ അതുപോലെ തന്നെ ജെൻഡാമൈസിൻ ഈ രണ്ടെണ്ണത്തിൽ 2-ഡിയോക്സി സ്ട്രെപ്റ്റമീനിലോട്ട് 2 അമിനോ ഷുഗേഴ്സ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. നിയോമൈസിൻ 1949. നിയോമൈസിന്റെ കേസിൽ എന്താണ്, 2-ഡിയോക്സി സ്ട്രെപ്റ്റമിനിലോട്ട് 3 അമിനോ ഷുഗേഴ്സ് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കെമിസ്ട്രി വരുന്നത് അമിനോ ഗ്ലൈക്കോസൈഡ്സിന്റെ. അടുത്തത് സ്ട്രക്ചറൽ ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ആണ് SAR. SAR ഓഫ് അമിനോ ഗ്ലൈക്കോസൈഡ്സിൽ മെയിൻലി നമ്മൾ 2 പോർഷൻ ആയിട്ടാണ് പറയുക. ഒന്ന് മോഡിഫിക്കേഷൻസ് ഓഫ് 1,3-ഡൈ അമിനോ സൈക്ലോഹെക്സെയിൻ റിംഗ്, പിന്നെ മോഡിഫിക്കേഷൻസ് ഓഫ് അമിനോ ഷുഗർ റിംഗ്സ്. ഫസ്റ്റ് മോഡിഫിക്കേഷൻസ് ഓഫ് 1,3-ഡൈ അമിനോ സൈക്ലോഹെക്സെയിൻ റിംഗിൽ പറയുന്നത് ഈ ഒരു സ്ട്രക്ചർ ആദ്യം വരയ്ക്കുക. എന്നിട്ട് ഈ C1 പൊസിഷനിൽ ആദ്യം നമ്മൾ നമ്പറിങ് ചെയ്യുക, എന്നാലും നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുക. അപ്പോൾ ഈ ഒരു C1 പൊസിഷനിലും അതുപോലെ തന്നെ C3 പൊസിഷനിലും അമിനോ ഗ്രൂപ്പ് പ്രസന്റ് ആണ്. അത് എസെൻഷ്യൽ ആണ്. 2 പൊസിഷനിലും ഉണ്ടെങ്കിൽ ആക്ടിവിറ്റി എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അമിനോ ഗ്രൂപ്പ് അറ്റ് C1 ഓർ C3 പൊസിഷൻ എസെൻഷ്യൽ ആണ്. 2ലും പ്രസന്റ് ആണെങ്കിൽ ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. അടുത്തത് ഈ ഒരു ഫസ്റ്റ് പൊസിഷനിലുള്ള അമിനോ ഗ്രൂപ്പിന്റെ അസൈലേഷൻ നടന്നു കഴിഞ്ഞാൽ ആക്ടിവിറ്റി എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും, പക്ഷെ കുറച്ച് മാത്രം, ടു എ ലെസർ എക്സ്റ്റെന്റ്. ഓക്കെ, എക്സാമ്പിൾ ആണ് അമിക്കസിൻ. അടുത്തത് ഈ ഒരു C1 പൊസിഷനിൽ തന്നെ ഈ അമിനോ ഗ്രൂപ്പിന് ഈഥൈലേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ആന്റി ബാക്ടീരിയൽ ആക്ടിവിറ്റി അവിടെ റീറ്റെയിൻ ചെയ്യുന്നുണ്ട്, ആന്റി ബാക്ടീരിയൽ പൊട്ടൻസി റീറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആക്ടിവിറ്റിക്ക് എന്തുണ്ടാവില്ല, ഇൻക്രീസും ഉണ്ടാവില്ല ഡിക്രീസും ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ C2 പൊസിഷനിലും അതുപോലെ തന്നെ C2 പൊസിഷനിൽ നമ്മൾ OH ഗ്രൂപ്പിനെ ആഡ് ചെയ്യുകയാണെങ്കിലോ അതുപോലെ തന്നെ C5 പൊസിഷനിൽ നമ്മൾ ഈ OH ഗ്രൂപ്പിനെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ, ഡീഓക്സിജനേഷൻ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, ബാക്ടീരിയൽ ഇനാക്ടിവേറ്റിംഗ് എൻസൈംസിന്റെ ഇൻഹിബിഷൻ അവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇതാണ് മോഡിഫിക്കേഷൻസ് ഓഫ് 1,3-ഡൈ അമിനോ സൈക്ലോഹെക്സെയിൻ റിംഗ്. അടുത്തത് മോഡിഫിക്കേഷൻസ് ഓഫ് അമിനോ ഷുഗർ റിംഗ്സ്. അമിനോ ഷുഗർ റിംഗ്സിലുള്ള മോഡിഫിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അമിനോ ഷുഗർ റിംഗ്സ് ബ്രോഡ് സ്പെക്ട്രം ആന്റി ബാക്ടീരിയൽ ആക്ടിവിറ്റിക്ക് എസെൻഷ്യൽ ആണ്. അതുപോലെ തന്നെ C2 പൊസിഷനിൽ, ഇത് C2 പൊസിഷൻ, അപ്പോൾ ഈ C2 പൊസിഷനിലെ അമിനോ ഗ്രൂപ്പും അതുപോലെ തന്നെ C6 പൊസിഷനിലെ അമിനോ ഗ്രൂപ്പും എന്താണ്, എസെൻഷ്യൽ ആണ് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട്. എക്സാമ്പിൾ ആണ് കാനാമൈസിൻ B. കാനാമൈസിൻ ബീന് എന്താണ്, ഈ 2 പൊസിഷൻ, അതായത് C2 പൊസിഷനിലും C6 പൊസിഷനിലും എന്തുണ്ട്,
അമിനോ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അത് കൂടുതൽ ആക്റ്റീവ് ആയിരിക്കും എന്തിനേക്കാട്ടിലും, കാനാമൈസിൻ എയിലേക്കാട്ടിലും. കാരണം കാനാമൈസിൻ എയിൽ C2 പൊസിഷനിൽ OHും C6 പൊസിഷനിൽ അമിനോ ഗ്രൂപ്പും ആണുള്ളത്. സോ കാനാമൈസിൻ B ആയിരിക്കും കൂടുതൽ ആക്റ്റീവ്. പിന്നെ സബ്സ്റ്റിറ്റ്യൂഷന്റെ കേസിൽ പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ C6ലാണ് കൂടുതൽ പ്രിഫറൻസ് ഉള്ളത് C2വിനെക്കാട്ടിലും. എക്സാമ്പിൾ ഇപ്പോൾ കാനാമൈസിൻ എയിൽ 6 അമിനോ 2 ഹൈഡ്രോക്സി സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് അവിടെ വരുന്നത്. അപ്പോൾ അതായിരിക്കും കൂടുതൽ ആക്റ്റീവ് ദാൻ കാനാമൈസിൻ C, കാരണം അതിന് 6 ഹൈഡ്രോക്സി 2 അമിനോ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോൾ ഇവിടെ അമിനോ ഗ്രൂപ്പിന് സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ മെയിൻ ആയിട്ട് ഏതിനാണ് വേണ്ടത്? C6ലാണ് വേണ്ടത്. അതായിരിക്കും കൂടുതൽ ആക്റ്റീവ് ആയിട്ടുണ്ടാവുക. പിന്നെ C2 പൊസിഷനിലും C6 പൊസിഷനുമാണ് മേജർ ടാർഗറ്റ് സൈറ്റ്സ് ആയിട്ടുള്ളത്. നമ്മുടെ ആക്ഷന് വേണ്ടിയിട്ടുള്ള മേജർ ടാർഗറ്റ് സൈറ്റ്സ് ആണ് C2 ആൻഡ് C6 പൊസിഷൻ. അടുത്തത് OH ഗ്രൂപ്പിന്റെ പ്രസൻസ് ആണ്. എവിടെ? C3 പൊസിഷനിലും C4 പൊസിഷനിലും OH ഗ്രൂപ്പ് പ്രസന്റ് ആണെങ്കിൽ അതെന്ത് ചെയ്യില്ല? നമ്മുടെ ആന്റി ബാക്ടീരിയൽ ആക്ടിവിറ്റിക്ക് എഫക്ട് ചെയ്യില്ല. അവിടെ പ്രസന്റ് ആണെങ്കിലും ആബ്സെന്റ് ആണെങ്കിലും എന്ത് ചെയ്യില്ല? ആന്റി ബാക്ടീരിയൽ ആക്ടിവിറ്റീനെ എഫക്ട് ചെയ്യില്ല. അടുത്തത് C6 പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എൻസൈം റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും, പക്ഷെ എന്ത് ചെയ്യില്ല? ആക്ടിവിറ്റിക്ക് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. ഇത്രയാണ് നമ്മൾ SARൽ പറയുന്നത്. SAR 2 പോർഷനായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അടുത്തത് അതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ആണ്. അമിനോ ഗ്ലൈക്കോസൈഡ്സിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ 30S റൈബോസോമൽ സബ് യൂണിറ്റ്സ് ആയിട്ട് ബൈൻഡ് ചെയ്തിട്ട് ഒരു കോംപ്ലക്സ് ഫോം ചെയ്തിട്ട് പ്രോപ്പർ അമിനോ ആസിഡ് പോളിമറൈസേഷൻ ഒന്നും അവിടെ നടക്കില്ല. അങ്ങനെ പ്രോട്ടീൻ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യും. ട്രാൻസ്ലേഷൻ പ്രോസസ്സിലൊക്കെ ഇന്റർഫിയർ ചെയ്തിട്ട് സെൽ ലൈസിസും ബാക്ടീരിയൽ ഡെത്തും കോസ് ചെയ്യും. അപ്പോൾ മെയിൻ ആയിട്ട് ഇവിടെ പ്രോട്ടീൻ സിന്തസിസിനെയാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ട്രാൻസ്ലേഷൻ ഒന്നും പ്രോസസ്സ് നടക്കാതെ വന്ന് സെൽ ഡെത്ത് കോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മെക്കാനിസം ഓഫ് ആക്ഷൻ മെയിൻ ആയിട്ട് അതാണ് വരുന്നത്. അടുത്തത് ക്ലാസിഫിക്കേഷൻ പറയുമ്പോൾ അമിനോ ഗ്ലൈക്കോസൈഡ്സിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് സിസ്റ്റമിക് അഡ്മിനിസ്ട്രേഷനും ടോപ്പിക്കൽ അഡ്മിനിസ്ട്രേഷൻ. സിസ്റ്റമിക് അഡ്മിനിസ്ട്രേഷനിൽ വരുന്നതാണ് സ്ട്രെപ്റ്റോമൈസിൻ, കാനാമൈസിൻ, ജെൻഡാമൈസിൻ, അമിക്കസിൻ. ടോപ്പിക്കൽ അഡ്മിനിസ്ട്രേഷനിൽ വരുന്നതാണ് നിയോമൈസിൻ. അടുത്തത് ഡ്രഗ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്ട്രെപ്റ്റോമൈസിൻ. ഇതിനൊരു കോമൺ സ്ട്രക്ചർ അല്ല, അതുകൊണ്ട് സ്ട്രക്ചറൊക്കെ നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കൽ എളുപ്പമല്ല, ഓരോന്നും പഠിക്കുക തന്നെ വേണം. അപ്പോൾ ഇതിൽ സ്ട്രെപ്റ്റോമൈസിൻ, നിയോമൈസിൻ, കാനാമൈസിൻ, ജെൻഡാമൈസിൻ 4 സ്ട്രക്ചറാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. സ്ട്രെപ്റ്റോമൈസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഫസ്റ്റ് അമിനോ ഗ്ലൈക്കോസൈഡ് ആൻറ്റിബയോട്ടിക് എന്ന് പറയുന്നത്. 1944ലാണ്, നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു അല്ലേ, 1944ലാണ് സ്ട്രെപ്റ്റോമൈസിൻ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. ആൻഡ് ഇത് സ്ട്രെപ്റ്റോമൈസിസ് ഗ്രീസിയസ് എന്നാണ് ഐസൊലേറ്റ് ചെയ്തിരിക്കുന്നത്. ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക് ആണ്. ഗ്രാം പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ബാക്ടീരിയയ്ക്ക് എഗെയിൻസ്റ്റ് ആക്റ്റീവ് ആണ്. ADR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൻ റാഷ്, മസിൽ പെയിൻ, ജോയിന്റ് പെയിൻ, മലേസ്, നെഫ്രോടോക്സിസിറ്റി ഒക്കെയാണ് ADR വരിക. യൂസസ് എന്ന് പറഞ്ഞാൽ ട്യൂബർക്കുലോസിസ്, പ്ലാഗ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ജെൻഡാമൈസിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് എൻഡോകാർഡൈറ്റിസിന്റെ ട്രീറ്റ്മെന്റിൽ യൂസ് ചെയ്യുന്നുണ്ട്, ബീറ്റാലാക്ടം ആന്റിബയോട്ടിക്സിന്റെ കൂടെ കോമ്പിനേഷൻ ആയിട്ട്. അതുപോലെ തന്നെ സിസ്റ്റമിക് ഇൻഫെക്ഷൻസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കോസ്ഡ് ബൈ ഈക്കോലൈ, ഇൻഫ്ലുവൻസ ഒക്കെ കോസ് ചെയ്യുന്ന സിസ്റ്റമിക് ഇൻഫെക്ഷൻസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, ന്യൂമോണിയ, ഇതിലൊക്കെയാണ് സ്ട്രെപ്റ്റോമൈസിൻ യൂസ് ചെയ്യണത്. അടുത്തത് നിയോമൈസിൻ ആണ്. നിയോമൈസിൻ കണ്ടുപിടിച്ചത് എപ്പോഴാണ്? 1949, നമ്മൾ പറഞ്ഞു അല്ലേ, 1949ലാണ്. അതിൻ്റെ ADR പറഞ്ഞത് മോസ്റ്റ് ടോക്സിക് ആണ്. ഹിയറിംഗ്, നമുക്ക് ലോസ് ഓഫ് ഹിയറിംഗ്, പിന്നെ വെർട്ടിഗോ ഉണ്ടാവുന്നുണ്ട്, ഇക്വിലിബ്രിയത്തിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവും, നെഫ്രോടോക്സിസിറ്റി. യൂസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടോപ്പിക്കൽ ഓയിൻമെൻ്റ് ആയിട്ട് സ്കിൻ, ഇയർ, ഐ ഇൻഫെക്ഷൻസിനൊക്കെ യൂസ് ചെയ്യും. അതുപോലെ തന്നെ GIT ഇൻഫെക്ഷൻസ്, അക്യൂട്ട് ഡെർമറ്റൈറ്റിസിനൊക്കെയാണ് യൂസ് ചെയ്യുക. അതാണ് സ്ട്രെപ്റ്റോമൈസിനും നിയോമൈസിനും. അടുത്തത് കാനാമൈസിൻ ആൻഡ് ജെൻഡാമൈസിൻ. കാനാമൈസിൻ്റെ ADR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാനാമൈസിൻ 1957ലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. 1957. ADR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോടോക്സിസിറ്റി, ലോസ് ഓഫ് ഹിയറിംഗ്. യൂസസ് എന്ന് പറഞ്ഞാൽ ട്യൂബർക്കുലോസിസിനും പിന്നെ ഇൻഫെക്ഷൻസ് ഒക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ജെൻഡാമൈസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസീനസും അലർജി, അതുപോലെ തന്നെ ഫോട്ടോ സെൻസിറ്റിവിറ്റി, ഇതാണ് അതിൻ്റെ ADR വരെ. യൂസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെവറൽ ഇൻഫെക്ഷൻസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് അമിനോ ഗ്ലൈക്കോസൈഡ്സിൽ വരുന്നത്. അടുത്തതാണ് ടെട്രാസൈക്ലിൻസ്. ടെട്രാസൈക്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക് തന്നെയാണ്. പിന്നെ വൈഡ് വെറൈറ്റി മൈക്രോ ഓർഗാനിസത്തിന് എഗെയിൻസ്റ്റ് എഫക്റ്റീവ് ആണ്. അതിൽ നാച്ചുറൽ ടെട്രാസൈക്ലിൻസും ഉണ്ട്, സെമി സിന്തറ്റിക് ടെട്രാസൈക്ലിൻസും ഉണ്ട്. അതിൻ്റെ മെയിൻ മെക്കാനിസം ഓഫ് ആക്ഷൻ സെയിം തന്നെയാണ്. പ്രോട്ടീൻ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യും. 30S റൈബോസോമൽ സബ് യൂണിറ്റ്സിൽ പോയിട്ട് ബൈൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും? അമിനോ അസൈൽ tRNA mRNAയിലോട്ട് ബൈൻഡ് ചെയ്യുന്നതിന്, mRNA റൈബോസോം കോംപ്ലക്സ് ഉണ്ടായിരിക്കും, അതിലോട്ട് ബൈൻഡ് ചെയ്യുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യും. അതുവഴി പ്രോട്ടീൻ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യും. ട്രാൻസ്ലേഷൻ എന്ന പ്രോസസ്സ് നടക്കില്ല.
അങ്ങനെ സെൽ ലൈസിസും ബാക്ടീരിയൽ ഡെത്തും കോസ് ചെയ്യും. ഇതാണ് മെക്കാനിസം ഓഫ് ആക്ഷൻ. സ്ട്രക്ചറൽ ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇതാണ് ടെട്രാസൈക്ലിൻ്റെ ഒരു കോമൺ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് വേണ്ട, അതായത് ആക്ടിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ, ലീനിയർ അറേഞ്ച്മെന്റ് ഓഫ് 4 റിങ്സ്. ഇവിടെ 4 റിങ്സ് ഉണ്ടല്ലേ, ഇത് എ ബി സി ഡി 4 റിങ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ലീനിയർ ആയിട്ട് അറേഞ്ച് ചെയ്യണം. അതുപോലെ തന്നെ ട്രൈ കാർബണൈൽ മീഥേൻ സിസ്റ്റം ഓഫ് റിംഗ് എ കണ്ടെയ്നിങ് NCH3 ട്വൈസ് അറ്റ് C4. ഈ റിംഗ് എയിൽ എന്താ ട്രൈ കാർബണൈൽ സിസ്റ്റം, അതായത് ഇവിടെ NCH3 ഉണ്ടല്ലോ, ഇത് 4th പൊസിഷനിൽ പ്രസന്റ് ആയിരിക്കും. ഇതൊക്കെ എസെൻഷ്യൽ ആണ്. അതുപോലെ തന്നെ BCD റിങ്സിലുള്ള ഫീനൈൽ ഡൈകീറ്റോൺ സിസ്റ്റം എസെൻഷ്യൽ ആണ്. പിന്നെ കീറ്റോൺ ആൻഡ് ഈനോൾ ഗ്രൂപ്പ് C1 ആൻഡ് C3 പൊസിഷനിൽ പ്രസന്റ് ആയിട്ടുള്ള, C1ലും C3 പൊസിഷനിലും പ്രസന്റ് ആയിട്ടുള്ള കീറ്റോൺ അതുപോലെ തന്നെ ഈനോൾ ഗ്രൂപ്പ് എസെൻഷ്യൽ ആണ്. പിന്നെ C2ലുള്ള അമൈഡ് ഗ്രൂപ്പ് എസെൻഷ്യൽ ആണ്. പിന്നെ C4ൽ കാണുന്ന, നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ, C4ൽ കാണുന്ന ഈ ഡൈ മീഥൈൽ അമിനോ ഗ്രൂപ്പ് എസെൻഷ്യൽ ആണ്. C10ൽ കാണുന്ന OH ഗ്രൂപ്പ് ആൻറ്റി ബാക്ടീരിയൽ ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ C11ലും C12ലും നമ്മൾ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്തുക, ഇവിടെ ഡബിൾ ബോണ്ട് OH ഉണ്ട്, ഇവിടെ OH ഉണ്ട്, ഇവിടെ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്തുന്ന സമയത്ത് നമുക്ക് ആക്ടിവിറ്റി എന്താവും, ലോസ് ആവും. ഇത്രയാണ് അതിൻ്റെ SAR വരുന്നത്. അടുത്തത് ക്ലാസിഫിക്കേഷൻ ആണ്. സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷൻ. നാച്ചുറൽ ടെട്രാസൈക്ലിൻസും ഉണ്ട്, സെമി സിന്തറ്റിക് ടെട്രാസൈക്ലിൻസും ഉണ്ട്. നാച്ചുറൽ ടെട്രാസൈക്ലിൻസും ഉണ്ട്, സെമി സിന്തറ്റിക് ടെട്രാസൈക്ലിൻസും ഉണ്ട്. അപ്പോൾ ഇതിൽ സ്ട്രക്ചർ നോക്കുക. ഇതിൽ R1, R2, R3, R4 ഈ 4 സ്ട്രക്ചറിൽ ചേഞ്ചസ് വരുത്തുമ്പോൾ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള നാച്ചുറൽ ടെട്രാസൈക്ലിൻസ് കിട്ടും. അതായത് ടെട്രാസൈക്ലിൻ, ക്ലോർ ടെട്രാസൈക്ലിൻ, ഓക്സി ടെട്രാസൈക്ലിൻ, ഡെമിക്ലോസൈക്ലിൻ, അങ്ങനെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്ത് കിട്ടും, നാച്ചുറൽ ടെട്രാസൈക്ലിൻസ് കിട്ടും. അതുപോലെ തന്നെ സെമി സിന്തറ്റിക് ടെട്രാസൈക്ലിൻസിലും സെയിം പോലെ തന്നെയാണ്. R1, R2, R3, R4 പൊസിഷനിൽ വരുന്ന ചേഞ്ച് അനുസരിച്ച് നമുക്ക് എന്തുണ്ടാവുന്നുണ്ട്, ഡോക്സിസൈക്ലിൻ, മിനോസൈക്ലിൻ, മെതാസൈക്ലിൻ, മെക്ലോസൈക്ലിൻ, അങ്ങനെ നമുക്ക് 4 സെമി സിന്തറ്റിക് ടെട്രാസൈക്ലിൻസ് കിട്ടും. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് നാച്ചുറൽ ടെട്രാസൈക്ലിൻസ് ആണ്. അതിൽ ടെട്രാസൈക്ലിൻ, ഓക്സി ടെട്രാസൈക്ലിൻ, ക്ലോർ ടെട്രാസൈക്ലിൻ 3 നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിൽ ടെട്രാസൈക്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, അതായത് R1, R2, R3, R4 പൊസിഷൻ. അപ്പോൾ ഈ R1 പൊസിഷനിൽ എന്താണ്, ഇവിടെ ഹൈഡ്രജൻ ആണ്, അതുകൊണ്ട് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ അത് R4ലും ഹൈഡ്രജൻ ആണ്. ബാക്കി R2ൽ OHും R3ൽ എന്താണ്, CH3 ആണ് വരുന്നത് ടെട്രാസൈക്ലിൻ്റെ കേസിൽ. അതിൻ്റെ ADR എക്സ്ട്രീംലി ആയിട്ടുള്ള ഡ്രൈ ആൻഡ് ഫ്ലാക്കി സ്കിൻ കോസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ക്യാപ്സ്യൂളിൻ്റെ ഫോമിലും ടാബ്ലറ്റ്സിൻ്റെ ഫോമിലും അവൈലബിൾ ആണ്, ഇഞ്ചെക്ഷൻസിൻ്റെ ഫോമിൽ അവൈലബിൾ ആണ്, ഐ ഓയിൻമെൻറ്റിൻ്റെ ഒക്കെ ഫോമിൽ നമുക്ക് ഇത് കിട്ടുന്നുണ്ട്. അടുത്തത് ഓക്സി ടെട്രാസൈക്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ വന്നത്, R1 പൊസിഷനിൽ OH വന്നു, ബാക്കി വേറൊരു ചേഞ്ചും ഇല്ല അല്ലേ. ടെട്രാസൈക്ലിനും ക്ലോർ ടെട്രാസൈക്ലിനും നോക്കി നോക്കൂ, ഓക്സി ടെട്രാസൈക്ലിനും നോക്കി നോക്കൂ, അതിൽ ഈ CH3 OH കൊടുത്തിട്ടുണ്ട്, CH3 OH ഉണ്ട്. അപ്പോൾ ഈ ഒരു OH ഈ R1 പൊസിഷനിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓക്സി ടെട്രാസൈക്ലിൻ്റെ സ്ട്രക്ചർ കിട്ടും. അതിൽ GI ആൻഡ് ഫോട്ടോ സെൻസിറ്റീവ് അലർജി ആണ് ഇവിടുത്തെ ADR. യൂസസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓറൽ, പാരൻട്രൽ, ടോപ്പിക്കൽ ഫോമുലേഷൻസിനൊക്കെ അവൈലബിൾ ആണ്. കോളറ, പ്ലാഗ്, ആന്ത്രാക്സ് ഒക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും. അടുത്തതാണ് ക്ലോർ ടെട്രാസൈക്ലിൻ. ക്ലോർ ടെട്രാസൈക്ലിനിൽ എന്താ ചേഞ്ച്, നമ്മുടെ ടെട്രാസൈക്ലിൻ്റെ ഈ R4 പൊസിഷനിൽ ഒരു ക്ലോറിൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലോർ ടെട്രാസൈക്ലിൻ കിട്ടും. സ്ട്രക്ചർ പഠിക്കാൻ ഈസി ആണല്ലോ, ബാക്കിയൊന്നും ഒരു ചേഞ്ചും ഇല്ല. ഇതിൻ്റെ ADR GI ആൻഡ് ഫോട്ടോ സെൻസിറ്റിവിറ്റി അലർജിയാണ്. യൂസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺജക്ടിവിറ്റീസ് ട്രീറ്റ് ചെയ്യാൻ, കാറ്റിൽ, പൂച്ചയിൽ കൺജക്ടിവിറ്റീസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഓറൽ, പാരൻട്രൽ, ടോപ്പിക്കൽ ഫോമുലേഷൻസിൽ അവൈലബിൾ ആണ്. അടുത്തതാണ് സെമി സിന്തറ്റിക് ടെട്രാസൈക്ലിൻ. അതിൽ നമുക്ക് മിനോസൈക്ലിനും പഠിക്കുന്നുണ്ട്, ഡോക്സിസൈക്ലിനും പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ നമ്മൾ ഡിഫറൻസ് നോക്കി നോക്കും. മിനോസൈക്ലിൻ ഈ ഒരു R1, R2, R3, R4 പൊസിഷൻ മാത്രം നോക്കിയാൽ മതി. മിനോസൈക്ലിനിലാണെങ്കിൽ R4 പൊസിഷനിൽ NCH3 ഗ്രൂപ്പ് വരും. ഡോക്സിസൈക്ലിനിലാണെങ്കിൽ R1 പൊസിഷനിൽ OHും R2 പൊസിഷനിൽ CH3. ഇത്രയാണ് അതിൽ വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് കമ്പയർ ചെയ്ത് പഠിക്കാം. മിനോസൈക്ലിൻ്റെ ADR നോസിയ, വോമിറ്റിംഗ്, രണ്ടിനും സെയിം ആണ്. നോസിയ, വോമിറ്റിംഗ്, ഡയറിയ, ഡിസീനസ്, മെനിഞ്ചൈറ്റിസ്. യൂസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോണിക് ബ്രോങ്കൈറ്റിസ്, റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, കോളറ, സിഫിലിസ്, ഗൊനേറിയ, റെക്ടൽ ആൻഡ് സെർവിക്കൽ ഇൻഫെക്ഷൻസിനൊക്കെയാണ് ട്രീറ്റ് ചെയ്യുക മിനോസൈക്ലിനും ഡോക്സിസൈക്ലിനും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് എന്തൊക്കെയാണ്, അമിനോഗ്ലൈക്കോസൈറ്റ്സും ടെട്രാസൈക്ലിൻ 2 ടോപ്പിക്കാണ് പഠിച്ചത്. എന്താണ് അമിനോഗ്ലൈക്കോസൈറ്റ്സ് പറഞ്ഞു, കെമിസ്ട്രി പറഞ്ഞു, സ്ട്രക്ചറൽ ആക്ടിവിറ്റി റിലേഷൻഷിപ്പ്, മെക്കാനിസം ഓഫ് ആക്ഷൻ, ക്ലാസിഫിക്കേഷൻ, പിന്നെ അമിനോഗ്ലൈക്കോസൈറ്റ്സിലെ 4 ഡ്രഗ്സ്,
അത് കഴിഞ്ഞ് ടെട്രാസൈക്ലിൻ അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ SAR, ക്ലാസിഫിക്കേഷൻ അതിൽ നാച്ചുറൽ ടെട്രാസൈക്ലിനും സെമി സിന്തറ്റിക് ടെട്രാസൈക്ലിനും. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യാം. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കൂടെ വീണ്ടും കാണാം. അൺടിൽ ദെൻ ഹാപ്പി ലേണിംഗ്.